Hi all, welcome to Learnwise platform. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MBAയുടെ MMPM 006 എന്ന് പറയുന്ന പേപ്പറായ മാർക്കറ്റിംഗ് റിസർച്ചിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയാണിത്. സോ നമ്മളൊരു പുതിയ സബ്ജക്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ എന്താണ് ആ സബ്ജക്ട്, എന്തൊക്കെ കണ്ടന്റ്സ് ആണ് നമ്മൾ അതിൽ കവർ ചെയ്യുന്നത്, ഈ സബ്ജക്ട് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ഔട്ട്കം ആണ് ലഭിക്കുന്നത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് നമ്മൾ ഇന്നൊരു ഡിസ്കസ് ചെയ്ത് പോവാനായിട്ട് പോകുന്നു. സോ വാട്ട് ഇസ് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് ചോദിച്ചാൽ അതൊരു പ്രോസസ്സാണ്. പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫോർ ഗാദറിംഗ് ഓർ കളക്ടിങ് ആൻഡ് അനലൈസിങ് ഇൻഫോർമേഷൻ. നമ്മൾ ഈ പറയുന്ന ഡേറ്റ കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തോന്നും ഏത് ഡേറ്റ, ആരുടെ കയ്യിൽ നിന്നുള്ള ഡേറ്റ? ഫ്രം കമ്പനീസ് ടാർഗറ്റ് മാർക്കറ്റ്. കമ്പനിയുടെ ഒരു ടാർഗറ്റ് മാർക്കറ്റ് ഉണ്ടാവുക, അവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്യും. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്? ടു അണ്ടർസ്റ്റാൻഡ് ദ നീഡ്സ് ആൻഡ് പ്രിഫറൻസ്. ഈ പറയുന്ന കമ്പനീസ് ടാർഗറ്റ് മാർക്കറ്റിലെ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ വാണ്ട്സ് എന്താണ്, അവരുടെ പ്രിഫറൻസ് എന്താണ്, ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവരുടെ കയ്യിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്ത് ആ ഡേറ്റ അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ഹെൽപ്പ് ദ കമ്പനീസ് ടു മേക്ക് സ്ട്രാറ്റജിക് ഡിസിഷൻസ്. അപ്പോൾ ഈ പറയുന്ന മാർക്കറ്റിംഗ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ കമ്പനിക്ക് സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കാനും അതുവഴി അവരുടെ പ്രോഡക്റ്റും സർവീസും അവരുടെ സ്ട്രാറ്റജീസും കാര്യങ്ങളും എല്ലാം തന്നെ ഇംപ്രൂവ് ചെയ്യാനും കമ്പനീസിന് പറ്റും. ഇനി വൈ മാർക്കറ്റിംഗ് റിസർച്ച്? എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഹെൽപ്സ് ദ ബിസിനസ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ കസ്റ്റമേഴ്സ് വ്യൂ ദർ ബിസിനസ് ആൻഡ് ഐഡന്റിഫൈ ദ ഗ്യാപ്പ്. അപ്പോ കസ്റ്റമേഴ്സിന് ഒരു പെർട്ടിക്കുലർ എക്സ്പെക്ടേഷൻ ഉണ്ടാവും അല്ലെ? അപ്പൊ ആ എക്സ്പെക്ടേഷൻ ആണോ നമ്മൾ ഡെലിവർ ചെയ്യുന്നത്? ആ ഡിഫറൻസ് ആണ് നമ്മൾ ഈ പറയുന്ന ഗ്യാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മാർക്കറ്റിംഗ് റിസർച്ച് നടത്തുന്നതിലൂടെ ഈ പറയുന്ന കമ്പനിക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും എന്താണ് അവരുടെ ഗ്യാപ്പ് എന്നുള്ളത്. അതായത് കസ്റ്റമേഴ്സിന് എന്തായിരുന്നു വേണ്ടത് ആൻഡ് നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആ ഡിഫറൻസ് ആണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ മാർക്കറ്റിംഗ് റിസർച്ച് ചെയ്യുമ്പോൾ ആ ഗ്യാപ്പ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുകയും നമുക്ക് ഈ പറയുന്ന പോലെ അവരുടെ നീഡും വാണ്ടും അനുസരിച്ചുള്ള പ്രോഡക്റ്റ് സർവീസും കസ്റ്റമൈസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ദെൻ ഇറ്റ് ഹെൽപ്സ് ദ ബിസിനസ് ടു മിനിമൈസ് റിസ്ക് വെൻ മേക്കിംഗ് കീ ബിസിനസ് ഡിസിഷൻ. ബിസിനസിന്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഇത് ഹെൽപ്പ് ചെയ്യും. നല്ല ഡിസിഷൻസ് എടുക്കാൻ, നമുക്ക് ഓൾറെഡി മാർക്കറ്റിനെ കുറിച്ച് അറിയാമെങ്കിൽ എന്താണ്, നമുക്ക് നല്ല ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റും. സോ അങ്ങനെ ഡിസിഷൻ എടുത്ത് ഈ പറയുന്ന റിസ്ക് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് മാർക്കറ്റിംഗ് റിസർച്ച് ക്യാൻ ഹെൽപ്പ് ദ ബിസിനസ് ടു ഐഡന്റിഫൈ അൺറീച്ച് സെഗ്മെന്റ്. അതായത് ഡൈവേഴ്സിഫിക്കേഷൻ പോസിബിൾ ആവും. അതേപോലെ തന്നെ പുതിയ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റ് ഇംപ്രൂവ്മെന്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ് നോളജ് അബൌട്ട് കോമ്പറ്റീറ്റേഴ്സ്. ഒരു ബിസിനസ്സിന് ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ആൾക്കാരാണ് അല്ലെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത്. അവര് എന്തായാലും ബിസിനസിന് മുന്നിലും ബാക്കിലുമായിട്ട് ഉണ്ടാവും അല്ലെ. സോ കോമ്പറ്റീറ്റേഴ്സ് എന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞാലേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കോമ്പറ്റീറ്റേഴ്സിനേക്കാളും നല്ല രീതിയിൽ നമ്മുടെ ബിസിനസിന്റെ ആക്ടിവിറ്റീസ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ മാർക്കറ്റിംഗ് റിസർച്ച് ചെയ്യുന്നതിലൂടെ ഈ കോമ്പറ്റീറ്റേഴ്സിന്റെ കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ നോളേജ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ ഒരു കോഴ്സ് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെയാന്ന് നോക്കാം. നീഡ് ഫോർ മാർക്കറ്റിംഗ് റിസർച്ച് എന്താന്നുള്ളത് മനസ്സിലാവും. എന്തിനാണ് ഈ മാർക്കറ്റിംഗ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആവും. ദെൻ ഇതിന്റെ പ്രോസസ്സ് എന്താണ്, മാർക്കറ്റിംഗ് റിസർച്ചിന്റെ പ്രോസസ്സ് എന്താണ് എന്നുള്ളത് മനസ്സിലാവും. ദെൻ പല റിസർച്ച് ഡിസൈൻസും അത് എവിടെയൊക്കെ ഓരോ റിസർച്ച് ഡിസൈനും അത് എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആവും. ദെൻ ഡേറ്റ കളക്ഷന്റെ പല മെത്തേഡ്സ് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ദെൻ അപ്രോപ്രിയേറ്റ് അനാലിസിസ് ഏതാണ്, ഇപ്പൊ ബൈവേരിയറ്റ് മൾട്ടിവേരിയറ്റ് പല അനാലിസിസ് ഉണ്ട്. ഏത് മെത്തേഡ് ഏത് മാർക്കറ്റിംഗ് റിസർച്ച് സ്റ്റഡിയിൽ കൃത്യമായി യൂസ് ചെയ്യണം കാര്യങ്ങൾ ക്ലിയർ ആവും. ദെൻ എക്സ്പ്ലെയിൻ ദ ആപ്ലിക്കേഷൻസ് ഓഫ് സോഷ്യൽ മീഡിയ ആൻഡ് ഇന്റർനെറ്റ് ഇൻ മാർക്കറ്റിംഗ് റിസർച്ച്. നമുക്കിപ്പോ തീരെ മാറ്റിവെക്കാൻ പറ്റാത്ത രണ്ട് ഘടകങ്ങളാണ് നമ്മുടെ ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും. സോ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണ് ഈ മാർക്കറ്റിംഗ് റിസർച്ചിൽ, ഈ കാര്യവും നമുക്ക് ക്ലിയർ ആവും. സോ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഈ മൊത്തം സബ്ജക്റ്റിനെ 4 ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലും ഓരോ യൂണിറ്റ്സും വരുന്നുണ്ട്. സോ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
സോ ബ്ലോക്ക് 1 കോൺസെപ്റ്റ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ് വരുന്നത്. അതിൽ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് റിസർച്ച്. നമ്മൾ ആദ്യമായിട്ട് മാർക്കറ്റിംഗ് റിസർച്ച് പഠിക്കുകയാണ്. സോ അതിനെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുവാണ്. ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. ദെൻ എന്താണ് മാർക്കറ്റിംഗ് റിസർച്ചിന്റെ നീഡ് എന്ന് പറയുന്നുണ്ട്. മീനിങ് എന്താണെന്ന് പറയുന്നുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ടു ദ ബിസിനസ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് പറയുന്നുണ്ട്. മാർക്കറ്റിംഗ് റിസർച്ചിന്റെ പ്രോസസ്സ് ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സ്കോപ്പ്, പിന്നെ ചലഞ്ചസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് യൂണിറ്റ് 1 പറയുന്നുണ്ട്. സോ യൂണിറ്റ് 1 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് ഉള്ളത്. ഇനി യൂണിറ്റ് 2 എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് മാർക്കറ്റിംഗ് റിസർച്ച് ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് ആണ്. സോ ഇവിടെ ഇന്ത്യയിൽ എങ്ങനെയാണ് മാർക്കറ്റിംഗ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ വഴിയിലൂടെയാണ്, വാട്ട് ആർ ദ വേസ് ഓഫ് കണ്ടക്ടിങ് മാർക്കറ്റിംഗ് റിസർച്ച് ഇൻ ഇന്ത്യ. ഇനി പുതിയ ടെക്നോളജീസ് എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് പറയുന്ന മാർക്കറ്റിംഗ് റിസർച്ചിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ ടെക്നോളജീസ് എന്തൊക്കെയാണ്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് വരുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇത് എവിടെ അപ്ലൈ ചെയ്യണം, ഏത് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യണം, ഈ പറയുന്ന കാര്യങ്ങൾ. ദെൻ എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂസ് ആണ് ഇത് ഫേസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഈ മാർക്കറ്റിംഗ് റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 2 നമ്മൾ പഠിക്കുന്നത്. സോ ഇതൊരു ഓവറോൾ സ്റ്റഡി ആണ്. എന്തൊക്കെയാണ് അതിന്റെ പുതിയ കാര്യങ്ങൾ, അതിന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ യൂണിറ്റ് 3 എന്ന് പറയുന്നത് ഈ ഒരു ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ്. ഇവിടെ നമ്മളൊരു ഡിസിഷൻ ഏരിയ ഐഡന്റിഫൈ ചെയ്യും. അതായത് നമ്മളോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് ഏരിയയിലാണ് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത്, അവിടെ ആയിരിക്കും നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ റിസർച്ച് പ്രോബ്ലം എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ അവിടെ ഒരു ഡിസിഷൻ ഏരിയ ഐഡന്റിഫൈ ചെയ്യുന്നു. ആ ഡിസിഷൻ ഏരിയയിൽ നിന്ന് ഒരു റിസർച്ച് പ്രോബ്ലം ഉണ്ടെങ്കിലല്ലേ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നു ആൻഡ് ഇതിനെ എന്ത് ചെയ്യുന്നു, റിസർച്ച് ഒബ്ജക്റ്റീവ് ആക്കി മാറ്റുന്നു. സ്റ്റഡി ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. സോ ആദ്യത്തെ 3 യൂണിറ്റ്സും തിയറി യൂണിറ്റ്സ് ആണ്. ഇനി സെക്കൻഡ് ബ്ലോക്കിലേക്ക് പോകുമ്പോൾ ഡേറ്റ കളക്ഷൻ ആൻഡ് പ്രോസസ്സിംഗ്. നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, ഒരു റിസർച്ച് പ്രോബ്ലം ഉണ്ട്. ആ റിസർച്ച് പ്രോബ്ലത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിസർച്ച് ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഒരു റിസർച്ച് ഡിസൈൻ ആണ്. സോ എന്താണ് റിസർച്ച് ഡിസൈൻ, എന്തൊക്കെ തരം ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്, എന്തൊക്കെ തരം റിസർച്ച് ഡിസൈൻ ഉണ്ട്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എപ്പോ എവിടെ ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈൻ നമ്മൾ യൂസ് ചെയ്യണം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാമാണ് യൂണിറ്റ് 4 നമ്മൾ ഡിസ്കസ് ചെയ്യും. യൂണിറ്റ് 5 എന്ന് പറയുമ്പോൾ ഡേറ്റ കളക്ഷൻ ആണ്. സോ നമുക്ക് എന്ത് വേണം, മാർക്കറ്റിൽ നിന്നുള്ള ഡേറ്റ വേണം അല്ലെ, നമ്മുടെ ഡിസിഷൻസ് എടുക്കാനായിട്ട് മാർക്കറ്റിൽ നിന്നുള്ള ഡേറ്റ വേണം. ഈ ഡേറ്റ എങ്ങനെ കളക്ട് ചെയ്യും? നമുക്ക് പൊതുവെ 2 സോഴ്സസ് ആണ് ഡേറ്റ കളക്ഷന് വരുന്നത്. ഒന്ന് പ്രൈമറിയും പിന്നെ ഒന്ന് സെക്കൻഡറിയും. അപ്പോൾ പ്രൈമറി സോഴ്സിന്റെ ഡേറ്റ ഏതൊക്കെയാണ്, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, ലിമിറ്റേഷൻ എന്താണ്, എന്തൊക്കെ മെത്തേഡ് വഴി പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാം, എന്തൊക്കെ സോഴ്സസ് ആണ് അതിന് വരുന്നത്, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ സെക്കൻഡറി ഡേറ്റ എന്താണ്, അതിന്റെ സോഴ്സസ്, അതിന്റെ അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ യൂണിറ്റ് 5 ഡിസ്കസ് ചെയ്യും. ആൻഡ് യൂണിറ്റ് 6 എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്ലോക്ക് 2 ഒരു ലാസ്റ്റ് യൂണിറ്റ് ആണ്. യൂണിറ്റ് 6 എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി ഡേറ്റ കളക്ട് ചെയ്ത് വെച്ചു അല്ലെ. ഈ കളക്ട് ചെയ്ത് വെച്ചതിനെ ഡേറ്റയെ പ്രോസസ് ചെയ്യുന്ന ഒന്നാണ് യൂണിറ്റ് 6 എന്ന് പറയുന്നത്. ഇപ്പൊ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയിൽ നമ്മൾ കോഡ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ എഡിറ്റ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്ത് അതിനെ കോഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലാസിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപോലെയുള്ള ഡേറ്റയെ ഒരുപോലെ ഒരേ നേച്ചർ ഹോമോജീനിയസ് ആയിട്ടുള്ള ഡേറ്റ ഒരേപോലെ ആക്കുന്നു. അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് ഈ ഡേറ്റയെ ഒന്നെങ്കിൽ ഒരു ടേബിൾ ഫോർമാറ്റിൽ, ഇല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് നമ്മൾ കാണിക്കുന്നു. ഇതാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന 6th യൂണിറ്റ്. ഈ ഒരു യൂണിറ്റ് കൂടി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോക്ക് 2 കംപ്ലീറ്റ് ആവും. ദെൻ അടുത്തത് വരുന്ന നമ്മുടെ ബ്ലോക്ക് 3 ആണ്. ബ്ലോക്ക് 3 എത്തുമ്പോഴേക്കും കുറച്ചുകൂടി ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നമ്മുടെ പേപ്പർ മാറും. ഇവിടെ ബ്ലോക്ക് 3 നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് 7 ആണ്. യൂണിറ്റ് 7 എന്ന് പറയുമ്പോൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ്. സോ എന്താണ് ഹൈപ്പോത്തസിസ്? നമുക്ക് അറിയില്ല എന്താണ് ഹൈപ്പോത്തസിസ്. അപ്പൊ അതെന്താ നമ്മൾ പഠിക്കും. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഊഹം അല്ലെങ്കിൽ ഒരു സാങ്കല്പിക സിദ്ധാന്തമാണ് ഹൈപ്പോത്തസിസ്. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു സാങ്കല്പിക സിദ്ധാന്തമാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. സോ ഹൈപ്പോത്തസിസ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെയാ അത് പ്രോസസ് ചെയ്യുന്നത്, ആൻഡ് SPSSനെ എങ്ങനെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിൽ കൊണ്ടുവരാം. നമ്മൾ SPSS എന്ന് പറഞ്ഞു.
SPSS എന്ന് കേട്ടവരുണ്ടാവും, ചിലർ SPSS നെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. അത് കുഴപ്പമില്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാം. SPSS എന്ന് പറയുന്നത് ജസ്റ്റ് ഇത്ര അറിഞ്ഞിരിക്കുക, ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ. നമുക്ക് ഈ പറയുന്ന ഡേറ്റ അനാലിസിസ് ചെയ്യാനായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഹെൽപ്പാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ അനാലിസിസ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് SPSS എന്ന് പറയുന്നത്. സോ SPSS പറയുമ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ സെൻസിലേക്ക് പോകണ്ട, നമുക്ക് അതിന്റെ ഒരു തിയറി സെൻസിൽ നമുക്ക് പഠിച്ചാൽ മതി. ദെൻ യൂണിറ്റ് 8 എന്ന് പറയുമ്പോൾ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ആണ് വരുന്നത്. ഇപ്പൊ കോറിലേഷനും റിഗ്രഷനും രണ്ടും ഒരു പ്രോബ്ലം ഏരിയയിലേക്ക് നമ്മൾ പോകും. പക്ഷെ അവിടെയും നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, തിയറി ഒരു ഇത് വെച്ചിട്ട് പഠിച്ചാൽ മതി. സോ കോറിലേഷൻ എന്താണ്? കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്, ഡിപ്പെൻഡൻസി ഓൺ വേരിയബിൾസ് ആണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടെസ്റ്റിംഗ് ഡിസ്കസ് ചെയ്യാം. പല കോറിലേഷൻസ് ഉണ്ട്. ഇനി ഇത് എവിടെ യൂസ് ചെയ്യണം, ആപ്ലിക്കേഷൻ എവിടെയാണ്, ദെൻ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ പഠിക്കും. ഇതെല്ലാം എങ്ങനെ SPSS ചെയ്ത് നോക്കാം. ഇതാണ് യൂണിറ്റ് 8 നമ്മൾ ഡിസ്കസ് ചെയ്യും. യൂണിറ്റ് 9 വരുമ്പോൾ അടുത്തൊരു ഡാറ്റ അനാലിസിസ് മെത്തേഡായ മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് എന്താണെന്നുള്ളത്, അതിന്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെ വരും, ആൻഡ് പറയുന്ന എപ്പോഴൊക്കെയാണ് ആപ്ലിക്കേഷൻസ് എന്താണ്, ഈ പറയുന്ന കാര്യങ്ങളായിരിക്കും യൂണിറ്റ് 9 നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. യൂണിറ്റ് 10 എന്ന് പറയുമ്പോഴും നമ്മൾ ഡാറ്റ അനാലിസിസിന് പല മെത്തേഡ്സ് ആണ് ഓരോ യൂണിറ്റിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ യൂണിറ്റ് 10 എന്ന് പറയുമ്പോൾ അവിടെ ഡിസ്ക്രിമിനന്റ് അനാലിസിസും ലോജിസ്റ്റിക് റിഗ്രഷൻ അനാലിസിസും വരുന്നത്. അപ്പൊ എന്താണ് ഡിസ്ക്രിമിനന്റ് അനാലിസിസ്, അതിന്റെ കുറച്ച് ന്യൂമറിക്കൽ എക്സാമ്പിൾസ് ഉണ്ട്. പിന്നെ അതെങ്ങനെ SPSS യൂസ് ചെയ്യാം, അത് എവിടെ യൂസ് ചെയ്യാം, ആപ്ലിക്കേഷൻ. അതുപോലെ ലോജിസ്റ്റിക് അനാലിസിസ്, അതെവിടെ ന്യൂമറിക്കൽ കാര്യങ്ങൾ വരും. SPSS എങ്ങനെ യൂസ് ചെയ്യാം, ആപ്ലിക്കേഷൻസ് എങ്ങനെ വരും, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇതായിരിക്കും യൂണിറ്റ് 10 നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ യൂണിറ്റ് 11 എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ വേറെ അനാലിസിസ് ആയ ഫാക്ടർ അനാലിസിസ്, ദെൻ ക്ലസ്റ്റർ അനാലിസിസ്, ഇത് രണ്ടും നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഫാക്ടർ അനാലിസിസ് അല്ലെങ്കിൽ എന്താണ് ക്ലസ്റ്റർ അനാലിസിസ്, അതിന്റെ ലിമിറ്റേഷൻ എന്താണ്, ഏത് കേസിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് SPSS നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇനി എന്ത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ്, ഈ പറയുന്ന ഏത് അനാലിസിസ് ചൂസ് ചെയ്യണം എന്നുള്ളതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലെ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കാര്യങ്ങളൊക്കെ എന്താണ്, ഇതെല്ലാമാണ് നമ്മൾ യൂണിറ്റ് 11 നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും. ഇനി യൂണിറ്റ് 12, ഈ ഒരു ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് 12 എന്ന് പറയുന്നത്. ഇവിടെ കൺജോയിന്റ് അനാലിസിസും മൾട്ടി ഡയമെൻഷണൽ സ്കെയിലിംഗും ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ എന്താണ് സ്റ്റെപ്സ് SPSS എങ്ങനെ ഉപയോഗിക്കാം, ഈ പറയുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ യൂണിറ്റ് 12 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ബ്ലോക്ക് 3 നമ്മൾ ആദ്യം തൊട്ട് യൂണിറ്റ് 7 തൊട്ട് 12 വരെ എല്ലാ യൂണിറ്റ്സിലും നമ്മൾ ഓരോ ഡാറ്റ അനാലിസിസ് മെത്തേഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് എങ്ങനെ SPSS യൂസ് ചെയ്യാം, അത് എന്താണ്, എപ്പോഴാണ് ഈ പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ അത് SPSS യൂസ് ചെയ്യാം, ഈ പറയുന്ന കാര്യങ്ങളുടെ തിയറി വശങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇനി അടുത്ത യൂണിറ്റ് 4 വരുമ്പോൾ കുറച്ചും കൂടെ ന്യൂ ട്രെൻഡ്സ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് വരും. എമർജിംഗ് ഇഷ്യൂസ് എന്തൊക്കെയാണ്, യൂണിറ്റ് 13 ബിഗ് ഡേറ്റ ആൻഡ് മാർക്കറ്റിംഗ് റിസർച്ച് വരും. സോ ബിഗ് ഡേറ്റ എന്താണ്, ടൈപ്സ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, ആപ്ലിക്കേഷൻ, ചാലഞ്ചസ്, ഈ പറയുന്ന കാര്യങ്ങളായിരിക്കും യൂണിറ്റ് 13 പഠിക്കുക. ദെൻ 14 വരുമ്പോൾ നമ്മുടെ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിംഗ് റിസർച്ച് വരും. നമുക്കറിയാം നമ്മുടെ ഇന്റർനെറ്റ് ബേസ്ഡ് മാർക്കറ്റിംഗ് റിസർച്ച് ആണ്. ഇന്റർനെറ്റ് ഇപ്പൊ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒന്നാണ്. സോ അത് എങ്ങനെ അപ്ലൈ ചെയ്യാം, പക്ഷെ അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. അതെന്തൊക്കെയാണ്, സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ടെക്നിക്സ് ഏതൊക്കെയാണ്, നമുക്ക് ഓൺലൈനിലും മാർക്കറ്റിംഗ് റിസർച്ച് നടത്താൻ പറ്റിയ ടെക്നിക്സും കാര്യങ്ങളും ഒക്കെ എന്തൊക്കെയാണ്, ഈ പറയുന്നതൊക്കെ ആയിരിക്കും നമ്മൾ യൂണിറ്റ് 14 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് 15. ഇവിടെ നമുക്ക് മാർക്കറ്റിംഗ് റിസർച്ച് ആൻഡ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് എന്താണ് സോഷ്യൽ മീഡിയയുടെ റോള് വെൽ കണ്ടക്ടിങ് മാർക്കറ്റിംഗ് റിസർച്ച്. നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു സർവേ ക്വസ്റ്റ്യൻ വരും അല്ലെ, നമ്മൾ ആ സർവേ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഫില്ല് ചെയ്യും, ചിലപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യും അല്ലെ. ഇങ്ങനെ സോഷ്യൽ മീഡിയ ആക്ച്വലി മാർക്കറ്റിംഗ് റിസർച്ചിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന്റെ ബെനിഫിറ്റ്സ്, ആപ്ലിക്കേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ മൊത്തം നമ്മൾ 4 ബ്ലോക്സ് ഉണ്ട്. 4 ബ്ലോക്സിലായിട്ട് നമുക്ക് 15 യൂണിറ്റ്സ് വരുന്നുണ്ട്. നമ്മളൊരു ഇൻട്രൊഡക്ഷനിൽ തുടങ്ങിയിട്ട് ന്യൂ ട്രെൻഡ്സ് അല്ലെങ്കിൽ എമർജിംഗ് ഇഷ്യൂസിൽ നമ്മൾ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഇത് ഫ്രെയിം ചെയ്തിരിക്കുന്ന ഈ സബ്ജക്ട്. സോ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സസിൽ ഓരോ യൂണിറ്റ്സ് ആയിട്ട് വിശദമായി ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഓൾ, സീ യു സൂൺ. താങ്ക് യു.